ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കരിമീൻ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കരിമീൻ വൃത്തിയാക്കിയെടുക്കാമെന്ന്. ഇത് ഞാൻ ഇന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത കരിമീനാണ്. ഇവിടെ ഫിഷൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് സാധനം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഒരു 7 ആകുമ്പോഴേക്കും തന്നെ സാധനം വന്നു കേട്ടോ. ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് വെച്ചതാണ്. രാവിലെ 7 ആകുമ്പോഴേക്കും നല്ല ഫ്രഷ് സാധനം എത്തി. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാത്ത കരിമീനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു കരിമീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ 2 ചിറക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിനി കത്തി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടും ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. 2 സൈഡിലെയും കട്ട് ചെയ്ത് കളയാം ആദ്യം തന്നെ. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതേപോലത്തെ ഒരു ചെറിയ പീസ് ഉണ്ടാവല്ലോ, അപ്പോൾ ഇതും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഉള്ള ഈ ഭാഗങ്ങളുണ്ടല്ലോ, കണ്ടില്ല, ഇതേപോലത്തെ ഭാഗങ്ങൾ 2 സൈഡിലുള്ള അതും ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ ഇപ്പോൾ 2 സൈഡും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വാല് ഇപ്പം കട്ട് ചെയ്യുന്നില്ല, കാരണം വാല് പിടിച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള ചകിളൊക്കെ കളയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വാലിൽ പിടിച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തി എടുക്കാം കേട്ടോ. ഈ കത്തിക്ക് തന്നെ കുറച്ച് മൂർച്ച കുറവാണ്, ഇവിടെ ഈ കത്തി ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. കുറച്ച് നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഈ വാൽ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചുരണ്ടിയിട്ട് കളയാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വൃത്തിയായെങ്കിൽ മാത്രമേ കരിമീൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ചെളീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ കരിമീൻ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കരിമീൻ ക്ലീൻ ചെയ്യുമ്പോൾ പോയി നന്നായിട്ട് തന്നെ വൃത്തിയാവണം. അപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ഈ ചുണങ്ങൊക്കെ നന്നായിട്ട് ഇതേപോലെ ചുരണ്ടി കളയാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തലയുടെ ഭാഗവും മറ്റേ സൈഡും ഒക്കെ ഇതേപോലെ ചെകിളൊക്കെ നന്നായിട്ട് തന്നെ കളയുക, ചുണങ്ങൊക്കെ നന്നായിട്ട് തന്നെ കളയുക. ഇതിൻ്റെ മുകളിലുള്ള ചുണങ്ങൊക്കെ ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് കഴുകി എടുത്തതാണ്. ഇനി ഈ ഭാഗങ്ങളൊന്നും പോകില്ല കേട്ടോ, ഇത് ഇതിൻ്റെ മുകളിലുള്ളത് തന്നെയാണ്, ഈ തൊലിമ ഉള്ളത് തന്നെയാണ്. നമുക്ക് ഇനി തലയുടെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തല ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തല നമ്മൾ ഓരോരുത്തരും അവരുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറ്. ചിലവർ അതിൻ്റെ ഉള്ളിൽ ആ പൂവുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്യാറുണ്ട്. ചിലവർ ആ ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയാറില്ല. അപ്പോൾ ഞാൻ ഈ പൂവിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചുണങ്ങാണ്. ഇനി വാൽഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി തലയുടെ ഈ ചുണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വേണം തല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. തലയുടെ ഈ ഉള്ളിലുള്ള പൂവ് കളയാൻ താല്പര്യമില്ലാത്തവർക്കൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലവരൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതിൽ ഈ പൂവും കൂടിയൊക്കെ കളയാണ്. ഇനി സൈഡ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, ചെറിയ വേസ്റ്റുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാം. കരിമീനിൻ്റെ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. ഇതേപോലെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
ഇതിൻ്റെ അകത്തൊക്കെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പുറത്തേക്ക് എടുത്ത് കളയാം. എന്നിട്ടൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. തലയുടെ ഉള്ളിലുള്ള ആ പൂവൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കളയാണ്, കണ്ടില്ലേ. അപ്പം കരിമീൻ ഇവിടെ വൃത്തിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതാണ്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഭാഗങ്ങളൊന്നും പോകില്ല കേട്ടോ, അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകുന്ന ടൈമിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഒരതിയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കാരണം കരിമീൻ കഴുകുമ്പോൾ വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരുതി കഴുകുക. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക അതേപോലെ. അപ്പോൾ കരിമീൻ ഇവിടെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.